പെരുമ്പാവൂർ കണ്ടന്തറയിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളും പ്രദേശവാസികളും തമ്മിൽ സംഘർഷം പതിവാകുന്നു. അതിഥി തൊഴിലാളികൾക്കിടയിൽ മദ്യവും മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപകമായതാണ് നാട്ടുകാർക്കും പോലീസിനും തലവേദന ഉണ്ടാക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന അതിഥി തൊഴിലാളികളെ ഒഴിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒറ്റനോട്ടത്തിൽ ഞാൻ നിൽക്കുന്നത് യു.പിയിലോ ബംഗാളിലാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം. എന്നല്ല, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ്. പൊതുവെ അതിഥി തൊഴിലാളികളുടെ ഗൾഫ് എന്നാണ് ഈ നാടിനെ അറിയപ്പെടുന്നത്. 2 പതിറ്റാണ്ട് മുമ്പാണ് മെച്ചപ്പെട്ട വരുമാനവും തൊഴിലും തേടി അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് എത്തിയത്. പെരുമ്പാവൂരുകാർ ഇവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കെട്ടിട നിർമ്മാണം, ഹോട്ടൽ ജോലി എന്ന് വേണ്ട എല്ലാ മേഖലകളിലും കഠിനാധ്വാനം കൊണ്ട് മാറ്റി നിർത്താനാകാത്തവരായി അതിഥി തൊഴിലാളികൾ മാറി. ഇവർ കൂട്ടമായി താമസിച്ച പ്രദേശം ഭായ് കോളനി എന്നറിയപ്പെട്ടു. കാലം കഴിയുന്തോറും തൊഴിലാളികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. കൂട്ടത്തിൽ ലഹരി മാഫിയയും നുഴഞ്ഞുകയറി. പിന്നിൽ കാണുന്ന കെട്ടിടം കഴിഞ്ഞ ദിവസം വരെ ഒരു വേശ്യാലയം പോലെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം. ഇന്നലെ നാട്ടുകാരുടെ ഇടപെടൽ മൂലമാണ് ഇവിടെ ഇപ്പോൾ ഇത്ര ശൂന്യമായി കിടക്കാൻ കാരണം. നാട്ടിൽ പോയി വരുന്ന ചിലർ ലഹരി കടത്തുകാർക്കൊപ്പം കൂടി കാരിയർമാരായി മാറി. ലഹരി ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ചതോടെ പോലീസ് റെയ്ഡ് ദിവസേന എന്നോണമായി മേഖലയിൽ. ലഹരി മരുന്നുകൾ തേടി കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പല ഘട്ടങ്ങളിലും നമുക്ക് ആവശ്യമുള്ളവരാണ്, അവർക്ക് ഞങ്ങളെയും ആവശ്യമുണ്ട്. ആ നിലക്കെ പോയിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ വന്ന ഇത്തിക്കണ്ണി പോലുള്ള ഈ മാഫിയകളെ നിലക്ക് നിർത്താൻ പോലീസും അധികാരികൾ തയ്യാറാവാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. 100 കണക്കിന് മലയാളി ചെറുപ്പക്കാർ ഉൾപ്പെടെ ഡെയിലി വന്നിട്ട് അവിടുന്ന് ഈ കഞ്ചാവ്, പിന്നെ ഈ കുപ്പിയിൽ കിട്ടുന്ന ഹെറോയിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിരുന്നത്. ലഹരി ഇടപാടുകാർക്കും അനാശാസ്യ കേന്ദ്ര നടത്തിപ്പുകാർക്കും നാട്ടുകാരിൽ ചിലരുടെ സഹായം ലഭിക്കുന്നുണ്ടെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞുപോകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ബഹുജന പ്രക്ഷോഭവും നടന്നിരുന്നു. ചില സംഭവങ്ങൾ കൊണ്ട് മാത്രം ഒരു നാടിനെ സാമാന്യവൽക്കരിക്കുക ശരിയല്ല. പക്ഷേ നടന്ന സംഭവങ്ങളെ ഒട്ടും കണ്ണടച്ച് കളയാനും സാധിക്കില്ല. നടന്നത് തന്നെയാണ്. പോലീസും എക്സൈസും കൃത്യമായ നടപടി സ്വീകരിക്കും വരെ നാട്ടുകാരും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പെരുമ്പാവൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ മുഹമ്മദിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.